മമ്മൂക്കി ലാലേട്ടനൊക്കെ റോയൽ കാറ്ററിംഗിന്റെ ഫുഡ് ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ മമ്മൂക്കടല്ലേ ഫുഡ് കൺട്രോളിങ് കണ്ടു ഞാൻ ഞെട്ടിയിട്ട്. മമ്മൂക്കി എത്രയല്ല വേണ്ടാന്നേ പറയുള്ളൂ, അത്രയും കൺട്രോളിങ്. അമ്മ സംഘടനന്റെ കുടുംബസംഗമം നടക്കുക ചരിത്രത്തിൽ ആദ്യമായി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ കേട്ടോ. ഇവിടെ ഓരോ ഒരുപാട് ഫൺ ഗെയിംസ്, ഫുട്ബോളും ക്രിക്കറ്റും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ സ്ക്രീനിൽ കാണുന്ന ആൾക്കാർ നേരിട്ട് കാണാം. മമ്മൂക്കാന്റെ ഒക്കെ എൻട്രി ഒക്കെ വേറെ എല്ലാവരും, ലാലേട്ടനും മമ്മൂക്കി സുരേഷേട്ടനും ഒക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ അവിടുത്തെ ഫുഡിന്റെ വിശേഷം അന്വേഷിച്ച് വന്ന ആളാട്ടോ. അമ്മ സംഘടനയ്ക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മുടെ റോയൽ തന്നെ ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ റോയൽ ഒരുപാട് പരിപാടി അറ്റൻഡ് ചെയ്തപ്പോൾ അമ്മയുടെ ഈവൻ്റെ 3-ാം തവണ 4-ാം തവണ അറ്റൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫുഡ് ഒരുപാട് ഇവിടെ സ്പ്രെഡ് ഉണ്ട്. നമ്മളൊക്കെ ആസ്വദിച്ച് സ്ക്രീനിൽ സിനിമ കാണുന്ന താരങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ട്. എല്ലാവരും കാണുമ്പോൾ എല്ലാവരും കുടുംബസമേതം വന്നിട്ടുണ്ട്. ഒരുവിധം എല്ലാം നമ്മൾ യൂത്തന്മാരും കൺവിൻസിങ് സ്റ്റാറും അതുപോലെ എല്ലാ ആളുകളും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും അത്രയും സന്തോഷത്തോടെ നിൽക്കണം. അമ്മയുടെ പരിപാടിക്ക് റോയൽ കാറ്ററിംഗിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതെ, 4-ാമത്തെ തവണയാണ് അമ്മയിൽ നമ്മള് 3 വർഷമായിട്ട് അമ്മയിൽ ജനറൽ ഫുഡ് ചെയ്യുന്നുണ്ട്. 4-ാമത്തെ തവണയാണ്. ഇതൊരു പ്രത്യേകത ഫാമിലി മീറ്റ് ആണ്. അമ്മയിലെ മെമ്പേഴ്സ് മാത്രമല്ല, അമ്മയിലെ അവർ ഫാമിലിക്ക് കൂടെ നമ്മളെ ഫുഡ് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെയാണ്. ഞാൻ എന്തായാലും കഴിച്ചിട്ട് എല്ലാ കൊല്ലം അഭിപ്രായം പറയാം. ഒരുപാട് ഡെസേർട്ട് കൂടെ ചെയ്തിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് സംഭവം? നമ്മൾ നോർമൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക്, അതായത് ചീസൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാണ്. നമ്മുടെ ഡെസേർട്ട് പാർട്ട്നേഴ്സായ ലെറ്റോട്ട സ്പെഷ്യലായിട്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തതാണ്. പിന്നെ ഹാസൽനട്ട് വെച്ചിട്ടുള്ള ഒരു അല്ലംബ്ര പേസ്ട്രി, പിന്നെ കൂടാതെ നമ്മുടെ അറബിക് ഡെസേർട്സ് ഒതന്റിക് ആയിട്ടുള്ള കുനാഫ, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ചീസ് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തുള്ള കുനാഫ, ബക്ലാവ. ഇവിടെ ഹോം ക്രേവ്സിന്റെ ഫ്രോസൺ സ്നാക്കിന്റെ കൗണ്ടേഴ്സ് ഉണ്ട്. അവിടെ നമ്മളെ നാടൻ സ്നാക്സ് ഒക്കെ റെഡി ടു ഫ്രൈ ആയിട്ട് കൊടുക്കുന്ന ടീമാട്ടോ. ഇന്ത്യസ് ലാർജസ്റ്റ് ഫ്രോസൺ സ്നാക്ക് മാനുഫാക്ചറർ ആണ്. ഇവിടെ സ്റ്റോറീസിന്റെ കൗണ്ടർ ഉണ്ട്. ഫർണിഷിംഗ് ഹോം ഡെക്കോറിന്റെ ഒരു ബ്രാൻഡാണ്. സ്റ്റോറീസ് ഇപ്പോൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷറി ആയിട്ട് വരുന്ന എല്ലാ ആളുകൾക്കും ഇല്ല ഫർണിച്ചറിന്റെ ഒക്കെ ഒരു കൗണ്ടർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫലൂദ നാഷണൽ കൗണ്ടർ ഉണ്ട്. എല്ലാവർക്കും ഫലൂദ കൊടുക്കുന്നുണ്ട് ഓരോ സെലിബ്രിറ്റീസിനൊക്കെ. അപ്പോൾ ഫലൂദ നാഷണൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ ഒരുപാട് വട്ടം കഴിച്ചിട്ടുണ്ട്, ഒരുപാട് പലതരത്തിനായിട്ട് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറയണം, ഒപ്പം മനസ്സും നിറയണം എന്നാണ് പറയുക. അത് രണ്ടും നിറഞ്ഞു. കാരണം റോയൽ ഫുഡ് എന്ന ഫുഡിന്, ഈ റോയൽ എന്ന പദത്തിന് വലിയൊരു അർത്ഥമുണ്ട്. വെറുതെ ഒന്നും ഇങ്ങനെ ഒരു പേരിട്ടില്ല, ഒരു വല്ലാത്തൊരു അർത്ഥം. റോയൽ ഫാമിലി എന്ന് കേട്ടില്ല, അതുപോലെ റോയൽ ഫുഡാണത്, റിച്ച് ഫുഡാണ്. അപ്പോൾ സന്തോഷമായി, ഭയങ്കര ടേസ്റ്റി. ഞാൻ റോയൽ കാറ്ററിംഗിന്റെ ഫുഡ് ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട്. ഒരു കാറ്ററിംഗുകാരെ വിജയം എന്ന് പറഞ്ഞാൽ ആ ഫുഡിന്റെ ക്വാളിറ്റി എന്നും മെയിൻറ്റെയിൻ ചെയ്യണം. ഓരോ ഇവന്റും അതുപോലത്തെ ടേസ്റ്റിൽ കൊടുക്കണം, യൂണിഫോം ആയിട്ട് കൊടുക്കണം കേട്ടോ. അത് ഇവരിവിടെ നന്നായിട്ട് ചെയ്യണം. ഓരോ ഭക്ഷണവും അത്രത്തോളം ക്വാളിറ്റിയിൽ ഞാൻ പണ്ട് കഴിച്ച അതുപോലെ തന്നെ ഇന്നും. അപ്പോൾ നോൺ വെജുകാർക്കും വെജുകാർക്കും ഒക്കെ അവിടെ കൊടുക്കുന്നത്. നമ്മുടെ ക്രിസ്ത്യനിലെ വെള്ളമാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ആസ്വദിച്ച് ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് കേട്ടോ. മമ്മൂക്കി ലാലേട്ടൻ മാത്രമല്ല, ഒരുവിധം എല്ലാ അമ്മയുടെ മെമ്പേഴ്സ് എല്ലാം ആസ്വദിച്ച് റോയലിൻ്റെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ട് കിട്ടും. എപ്പോഴും റോയലിൻ്റെ നോൺ വെജും ബിരിയാണിയൊക്കെ കഴിക്കില്ല. ഇപ്രാവശ്യം ഞാൻ മീൽസ് പിടിച്ചു നോക്കി, അതും അത്രയും ക്വാളിറ്റിയിൽ ചെയ്യുന്നത്, എല്ലാം പെർഫെക്റ്റ്. പിന്നെ തൊട്ടപ്പുറത്തെ ആൾക്കാരുടെ ഭക്ഷണത്തിൽ അങ്ങനെ കയ്യിട്ട് വരുന്നുണ്ട്, ബിരിയാണി അതുപോലെ കോഴിപൊരിച്ചും ഒക്കെ ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ റോയൽ സംഭവം ഗംഭീരാക്കിയിട്ടുണ്ട്. രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലെ പരിപാടിയാണ് അമ്മ കുടുംബസംഘം ഓരോ ഒരുപാട് ഗെയിംസ്, ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ പാടായിട്ട് വമ്പൻ പരിപാടിയാണ് കേട്ടോ.